എന്താണ് ഈ അതുല്, അമല്, ഐശ്വര്യ, അശ്വതി, അച്ചു ഈ 4 പേരുകൾ നമുക്ക് എടുത്ത് നോക്കിയാൽ ന്യൂമറോളജി പ്രകാരം ഇതിന്റെ എങ്ങനെയാണ് ഇതിനെ നമുക്ക് നിർവചിക്കുന്നത്? പക്ഷെ അതിലത്തെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ടത് നിൽ, ഉൽ എന്ന് പറഞ്ഞ രാഹുൽ, ഹുൽ അങ്ങനെയുള്ള ആ ഒരു ശബ്ദം വരുന്നത് അത്ര ഒരു ബെസ്റ്റ് അല്ല. രാഹുൽ ദ്രാവിഡ് നല്ല പേരല്ലേ? പക്ഷേ ഇൽ എന്ന് പറയുന്നത് അത് ന്യൂമറോളജിയിൽ പറയുന്നതാണ് അങ്ങനെ ഇല്ല എന്നുള്ളത്. പക്ഷേ ഇംഗ്ലീഷിൽ മാത്രമല്ലല്ലോ അതിന്റെ നമുക്ക് അക്ഷരം എടുക്കാൻ വേണ്ടി പറ്റുക. അപ്പൊ ഈ 2 പേരുകൾ ചേരുമ്പോൾ ഇതിൽ ഏത് പേരിനെ അതിന്റെ അവസാനമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ എടുക്കുക? ശരിക്കും അത് 2ന്റെ എനർജി എടുക്കും. അതല്ല, ജീവിതത്തിൽ നമ്മളെ ബീറ്റ് ചെയ്യാൻ ശത്രുക്കൾ വേണം, പിന്നിൽ നിന്ന് കുത്താൻ ആള് വേണം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ആ ഒരു ഓപ്പൺ ആയിട്ടുള്ള മൈൻഡ് ഞാൻ തീർച്ചയായും. പക്ഷെ ഇത് അങ്ങനെ ഉണ്ടാവും ഈ 51 എന്ന് പറയുമ്പോൾ. പക്ഷെ ആ ഒരു മികവ്, അതിന്റെ ലക്കിയസ്റ്റ് എന്ന ആ ഒരു ഉയർച്ചയിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രഭാവത്തിന്റെ അടുത്തേക്ക് ഇവർ ശത്രുക്കൾക്ക് എത്താൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. അവർ ഈ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വ്യക്തിത്വത്തിനെയാണ് ഇത്. ഈ 15 എന്നത് നിങ്ങളുടെ വ്യക്തിത്വമാണ്. നിങ്ങളുടെ ലൈഫ് പാത്ത് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നമ്പറും കൂട്ടണം. നമസ്കാരം. അബാക് മീഡിയയിൽ ഇന്ന് അതിഥി സുനീഷ് തമ്പാനാണ്, ന്യൂമറോളജിസ്റ്റ്. നമസ്തേ ചേട്ടാ. നമസ്കാരം. ലാസ്റ്റ് തവണ വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റിയില്ല, എങ്കിൽ പോലും നമ്മളുടെ ആദ്യത്തെ എപ്പിസോഡുകൾ ജനങ്ങൾ നല്ല രീതിയിൽ സ്വീകരിച്ചു. തീർച്ചയായും വളരെ സന്തോഷം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഞാനേ വളരെ സീരിയസ് ആയിട്ടാണ് കഴിഞ്ഞ തവണ പോയെങ്കിൽ ഇത്തവണ എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. അത് ഞാൻ ഇത്തവണ എന്റെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് യുവാക്കൾക്ക് വേണ്ടിയിട്ടാണ്. തീർച്ചയായും. അതുൽ, അമൽ, അശ്വതി, അച്ചു, ഐശ്വര്യ ഈ പേരുകളൊക്കെ ഈ ഇൻസ്റ്റാഗ്രാമില് അതിഭീകരമായി കളിയാക്കപ്പെടുന്ന പേരുകളാണ്. അതിന് ഇന്നത്തെ തലമുറ അതിന് ഉപയോഗിക്കുന്ന വാക്ക് ഞാൻ അൺപാർലമെന്റ് ആയതുകൊണ്ട് ഇപ്പൊ പറയുന്നില്ല എന്നുള്ളതാണ്. അപ്പോ എന്താണ് ഈ അതുല്, അമല്, ഐശ്വര്യ, അശ്വതി, അച്ചു ഈ 4 പേരുകൾ നമുക്ക് എടുത്ത് നോക്കിയാൽ ന്യൂമറോളജി പ്രകാരം ഇതിന്റെ എങ്ങനെയാണ് ഇതിനെ നമുക്ക് നിർവചിക്കുന്നത്? ഇത് ന്യൂമറോളജിയിൽ മറ്റൊരു ശാസ്ത്രം കൂടിയുണ്ട് ന്യൂമറോളജിയായി ബന്ധപ്പെട്ട പ്രൊനോളജി. അതായത് ശബ്ദങ്ങളുടെ അതിൻ്റെ ഊർജം വെച്ചിട്ടാണ് അത് കണക്ക് കൂട്ടുന്നത്. പക്ഷേ ഇത് ഇങ്ങനെ ആൾക്കാർ തമാശയാക്കാൻ വേണ്ടി, കാരണം എന്താ പറയുക, അതിൻ്റെ റിപ്പീറ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നതുകൊണ്ടായിരിക്കാം. ഈ പേരുകൾ ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ടായിരിക്കാം, കോമൺ ആയതുകൊണ്ടായിരിക്കാം അത് പറയുന്നത്. പക്ഷേ അതിലത്തെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ടത് നിൽ, ഉൽ എന്ന് പറഞ്ഞ രാഹുൽ, ഹുൽ അങ്ങനെയുള്ള ആ ഒരു ശബ്ദം വരുന്നത് അത്ര ഒരു ബെസ്റ്റ് അല്ല. അപ്പോൾ നിൽ എന്നുള്ള ഒരു ശബ്ദവുമായിട്ട് സമാനമായിട്ടാണ് ഈ പ്രൊനോളജിയിൽ അത് രാഹുൽ ദ്രാവിഡ് നല്ല പേരല്ലേ? പക്ഷേ ഇൽ എന്ന് പറയുന്നത് അത് ന്യൂമറോളജിയിൽ പറയുന്നതാണ് അങ്ങനെ ഇല്ല എന്നുള്ളത്. പക്ഷേ ഇംഗ്ലീഷിൽ മാത്രമല്ലല്ലോ അതിന്റെ നമുക്ക് അക്ഷരം എടുക്കാൻ വേണ്ടി പറ്റുക. സംസ്കൃതമുണ്ട്, ഇവിടെ മലയാളമുണ്ട്, എല്ലാറ്റിലും അല്ലെ. ഇത് പേരെല്ലാം ഒന്നായിരിക്കില്ല, ഇംഗ്ലീഷിലായാലും സംസ്കൃതത്തിലായാലും മലയാളത്തിൽ. പക്ഷെ ഇതിന്റെ ശബ്ദാർത്ഥം നോക്കുന്നതാണ് പറയുന്നത്. ഇപ്പൊ ശബ്ദങ്ങൾ ഇപ്പം മലയാളത്തിലെ ഒരു ആ ശബ്ദത്തിന് അങ്ങനെ ആയിരിക്കണം എന്നില്ലല്ലോ. ഇപ്പം സദ് എന്നുള്ളൊരു സംഭവം, SAD സദ്. സാഡ് എന്ന് പറയുമ്പോൾ അവിടെ ദുഃഖമായി. ഇവിടെ സദ് എന്ന് പറഞ്ഞാൽ നന്മ എന്നുള്ള അർത്ഥമായി അല്ലേ, സദ് വചനങ്ങൾ, സദ് പ്രവൃത്തികൾ. അപ്പോൾ ഓരോരു ഇത് ഏരിയയും വെച്ചിട്ട് നമുക്ക് ആ ഒരു ശബ്ദാർത്ഥത്തിനെയും വ്യത്യസ്തമായിട്ട് കാണേണ്ടി വരും. അപ്പോൾ ഈ രാഹുൽ എന്നുള്ളത് ഇത് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ ഇംഗ്ലീഷുകാർ ഈ ന്യൂമറോളജി പരമായിട്ട് ഇതിനെ നിൽ എന്നുള്ള, അതായത് ഇല്ല എന്നൊരു നെഗറ്റീവാണ് അവർ പറയുന്നത്. തീർച്ചയായിട്ടും അതും ഇവിടത്തേക്കും സ്പ്രെഡ് ആയിട്ടുണ്ട്. ഒരുപാട് പേര് അല്ലേ, നീ അങ്ങനെയൊക്കെ വരുന്ന പേരുകളെല്ലാം മോശമാണെന്ന് സങ്കല്പിക്കുന്നു. അതുപോലെ പ്രസാദ്, അതിൽ ഈ പറഞ്ഞ സാഡ് വന്നു. പിന്നെ ഈ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞു, അതിൽ വാർ എന്നുള്ള ഒരു സ്പെല്ലിംഗ് വന്നു, യുദ്ധം. എപ്പോഴും അതുകൊണ്ടായിരിക്കും പുള്ളി എല്ലാവരോടും ഇങ്ങനെ ഫൈറ്റ് ചെയ്തോണ്ട്. ഞാനത് പറയുന്നില്ല. അല്ല, രാഹുലേട്ടനോട് വിത്ത് റെസ്പെക്ട്, ഞാൻ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. പക്ഷെ പുള്ളി എന്തിലും യുദ്ധം കാണുന്ന ഒരാളാണ്. ഓക്കെ, എന്തായാലും അതിൽ വാർ എന്നുള്ള ലെറ്റർ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഈ പ്രൊനോളജിയിൽ ഇങ്ങനെ ഓരോരോ പേരിൻ്റെയും ഉള്ളിലത്തെ ശബ്ദാർത്ഥങ്ങൾ വെച്ചിട്ട് നിർവചിക്കാറുണ്ട്. അത് നിർവചിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇംഗ്ലീഷ് മാത്രമല്ല, ലോകത്തിൽ ഭാഷ എന്നുള്ളതാണ്. അപ്പം മറ്റുള്ള ഭാഷകളും വെച്ചിട്ട് ഇപ്പം സദ്ഗുരു എന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേരിന് ആദ്യം തന്നെ SAD എന്ന്. പക്ഷെ അദ്ദേഹം അല്ലേ ലോക പ്രശസ്തനായിട്ടുള്ള ഒരു സ്പിരിച്വൽ ആളാണ്. ഞാൻ ചോദിക്കട്ടെ, 2 പേരുകൾ ചേർന്ന് വരുമ്പോൾ ഇപ്പൊ രാഹുൽ ദ്രാവിഡ്, ഞാനൊരു ഉദാഹരണം പറഞ്ഞു. ആ രാഹുൽ ദ്രാവിഡ്
അപ്പൊ ഈ രണ്ട് പേരുകൾ ചേരുമ്പോൾ അതെ. ഇതിൽ ഏത് പേരിനെയാണ് അവസാനമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ എടുക്കുക? ശരിക്കും അത് രണ്ടിൻ്റെ എനർജി എടുക്കും. ഓ. രണ്ട് പേരിൻ്റെയും എനർജി ആ ഒരു നെയിമിൻ്റെ ടോട്ടൽ എനർജി ആയിട്ട് എടുക്കും. ഇപ്പോൾ രാഹുൽ ദ്രാവിഡിനെ ഞാൻ എഴുതി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ രാഹുൽ ദ്രാവിഡ് എന്ന് പറയുമ്പോൾ ആ മുഴുവനായിട്ടുള്ള പേര് തന്നെയാണ് എടുക്കുന്നത്. കാരണം അദ്ദേഹത്തിന് അങ്ങനെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ രാഹുൽ എന്നുള്ളതും ദ്രാവിഡ് എന്നുള്ളതും ഇതിൽ എന്താ പറയുക, ലോഷോ ഗ്രിഡ് ഉണ്ട്. അതായത് ചൈനീസ് ന്യൂമറോളജിയുടെ ഒരു കാൽക്കുലേഷനാണ്. ആ ലോഷോ ഗ്രിഡിൻ്റെ അകത്തുള്ള ഗ്രിഡ് ഫില്ലാവാൻ വേണ്ടിയിട്ട് ഈ ഓരോ പേരുകളെയും പ്രത്യേകിച്ച് പരിഗണിക്കാറുണ്ട്. അത് അതിൻ്റെ അകത്തുള്ള എനർജീനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അത് ചെയ്യുന്നത്. അതല്ലാതെ പേരിനെ നോക്കുമ്പോൾ മുഴുവനായിട്ടുള്ള പേര് തന്നെയാണ് നോക്കുന്നത്. ഈ കഴിഞ്ഞ തവണ എൻ്റെ പേര് നോക്കിയിട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് പോയി എനിക്ക് അയച്ചു തന്നു. എന്നാലും പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ചോദിക്കുന്നത്, രോഹിത് എസ് രോഹിത് എങ്ങനെയുണ്ട് പേര്? രോഹിത് എസ് രോഹിത് ആക്ച്വലി ഞാൻ നിങ്ങൾക്ക് അയച്ച് തന്ന എനർജി ഞാൻ മറന്നുപോയി കേട്ടോ. അതാണ് ഞാൻ വേണേ പറയാം. അതെ, ഓക്കെ പറയാം. പ്രേക്ഷകർക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ ഭയങ്കര ഇഷ്ടമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് അറിയത്തില്ല അതിൻ്റെ എനർജി ഞാൻ എത്രയാണെന്ന് പറഞ്ഞതെന്നാണ് എനിക്ക് മെയിനായിട്ട് അറിയേണ്ടത്. അപ്പോൾ കാരണം നമ്മൾ കയ്യിലേക്ക് ഒരു ദിവസം തന്നെ ഇങ്ങനെ കുറേ പേരുകൾ ഇങ്ങനെ കയറി ഇറങ്ങുന്നതുകൊണ്ടേ എനിക്കിത് മറക്കാൻ പറ്റത്തില്ലല്ലോ. ഇന്റർവ്യൂയുടെ ആദ്യം ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് എടുത്തു. ഇല്ല, കുഴപ്പമില്ല. ഇതാണ് അതിൻ്റെ ഒരു സുഖം. പേഴ്സണാലിറ്റി നമ്പർ 6, ലൈഫ് പാത്ത് നമ്പർ 8, ലക്കി നെയിം രോഹിത് എസ് രോഹിത്, ലക്കി നമ്പർ 561, ലക്കി ഡേയ്സ് 5, 6, 14, 15, 23, 24, 1, 10, 19. ഓക്കെ, അത് ഞാൻ തന്ന റിപ്പോർട്ട് അല്ലേ. 51 എന്നുള്ള എനർജിയാണ് ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കുന്നത്. 51 പറഞ്ഞു കഴിഞ്ഞാൽ 5+1 ശുക്രൻ്റെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സണാലിറ്റിയും ശുക്രൻ്റെ എനർജിയാണ്. ടോട്ടൽ ചെയ്യുമ്പോഴാണ് ശനിയുടെ എനർജി. അപ്പോൾ ശനിയും ശുക്രനും എപ്പോഴും യോജിക്കുന്ന എനർജിയാണ്. ഇപ്പം ഒരു ശനി ശക്തനായിരിക്കുന്ന ഒരാളുടെ ജാതകത്തിൽ ശനി ശക്തനാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 2 ഓപ്ഷനാണുള്ളത് പ്രധാനമായിട്ട് പേരെടുക്കാൻ. ഒന്ന് ബുധൻ്റെ എനർജിയിലും പിന്നെ ഒന്ന് ശുക്രൻ്റെ എനർജിയിലും. അപ്പോൾ നിങ്ങൾ ഈ രോഹിത് നിങ്ങൾ ആരുമായിട്ട് സംസാരിച്ചിട്ടൊന്ന് റെഡിയാക്കിയതല്ലല്ലോ. ഞാൻ ഒരു ദിവസം രാവിലെ കിട്ടതാ. അതെ. അപ്പോൾ അത് അപ്രതീക്ഷിതമായിട്ട് ഭാഗ്യദായകമായിട്ടുള്ള ഒരു പേരായി. 51 എന്ന ലക്കിയസ്റ്റ് ഏഞ്ചൽ നമ്പറാണ്. ശുക്രൻ്റെ തന്നെ ഒരു കുറേ നമ്പേഴ്സ് ഉണ്ട്. അതായത് 15, 24, 33, 42, പിന്നെ വരുന്നതാണ് 51. 51 ഒരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഇതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉയരാൻ വേണ്ടി പറ്റും. പക്ഷേ ശത്രുക്കൾ നിങ്ങൾ ഉപദ്രവിക്കുകയും ചെയ്യും. അപ്പം നിങ്ങൾ സത്യസന്ധനായിട്ട് പോകുന്ന ആൾക്കാരെ പിറകുന്ന് ഒരു ഉപദ്രവിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അതിനുണ്ട്. പക്ഷേ നിങ്ങളുടെ ആ മികവ് കൊണ്ട് അവരെ നിഷ്പ്രഭമാക്കിയിട്ട് മുന്നോട്ട് പോവാം. പക്ഷേ ഈ ശത്രുക്കൾ ഉണ്ടാവില്ല എന്ന് പറയുന്നില്ല. ശത്രുക്കൾ വേണം, എന്നാലല്ലേ രസമുള്ളൂ ജീവിതത്തിൽ. അതെ, നെഗറ്റീവൊക്കെ കിട്ടുമ്പോഴല്ലേ സോഷ്യൽ മീഡിയയിലൊന്നും വരിക. ആ നെഗറ്റീവ് അല്ല, അതിനകത്ത് ഞാൻ കാര്യമാക്കാറേ ഇല്ല. എന്ത് വേണമെങ്കിലും പറയാം. തുറന്ന പുസ്തകമായിട്ട് നമ്മൾ തുറന്നിട്ടുണ്ട്. അതല്ല, ജീവിതത്തിൽ നമ്മളെ ബീറ്റ് ചെയ്യാൻ ശത്രുക്കൾ വേണം, പിന്നിൽ നിന്ന് കുത്താൻ ആള് വേണം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ആ ഒരു ഓപ്പൺ ആയിട്ടുള്ള മൈൻഡ് ഞാൻ വാശി ഉണ്ടാവുള്ളൂ. തീർച്ചയായും. പക്ഷെ ഇത് അങ്ങനെ ഉണ്ടാവും ഈ 51 എന്ന് പറയുമ്പോൾ. പക്ഷെ ആ ഒരു മികവ്, അതിൻ്റെ ലക്കിയസ്റ്റ് എന്ന ആ ഒരു ഉയർച്ചയിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രഭാവത്തിൻ്റെ അടുത്തേക്ക് ശത്രുക്കൾക്ക് എത്താൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ആ കിട്ടിയ ആ ഒരു പേര് മഹത്തരമായിട്ടുള്ള പേരാണ് രോഹിത് എസ് രോഹിത് എന്നുള്ളത്. ആദ്യം പറഞ്ഞത് ഞാൻ 27 എന്നല്ലേ പറഞ്ഞു, 9ന്റെ എനർജി എന്നല്ലേ പറഞ്ഞത്. 9ന്റെ എനർജീൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ 8 ലൈഫ് പാത്തിൽ. ഈ രോഹിത് മാത്രമല്ലേ രോഹിത് എസ് എന്ന് കൂട്ടും, ഇനീഷ്യൽ കൂട്ടും. അതാണ് പ്രശ്നം. ചിലവർക്ക് ഇനീഷ്യൽ ഉള്ളത് പാസ്പോർട്ടിൽ വരുമ്പോൾ ഫുൾ ഫോം ആവും, അത് മറ്റൊരു രാജ്യത്ത് പോകുമ്പോൾ മറ്റൊരു എനർജി ആവും. അങ്ങനെ എനർജി മാറും. ഈ വിവാഹം കഴിച്ച സ്ത്രീകളാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ പേര് ആഡ് ചെയ്യുന്നതോടുകൂടി പേരിൻ്റെ എനർജി മാറും, മറ്റൊരു ജീവിതമാവും അവരുടെ. എനിക്ക് പറ്റിയ പണി എന്താണെന്നറിയോ, ഞാൻ പാസ്പോർട്ടിൽ ഭാര്യയുടെ പേരാടി ഞാൻ കൊണ്ട് കൊടുത്തു. അതല്ലേ, അപ്പൊ പണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന സമയത്ത് ഒരു കേസ് ഉണ്ടായിരുന്നു, പാസ്പോർട്ട് റദ്ദ് ചെയ്ത് കളഞ്ഞു. അതല്ലേ, PCC ക്ലിയറൻസ് കിട്ടിയില്ല. ഞാൻ പറഞ്ഞത് ഭർത്താവിന്റെ പേരൊക്കെ കൊണ്ടുവന്ന് ചേർക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഭാര്യയുടെ പേര് ചേർക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും കേസ് ഉണ്ടോ എന്ന് നോക്കണം. പാസ്പോർട്ട് കട്ടായി പോകും. അതെ, അതൊരു ഇൻഫർമേഷൻ ആണ് എന്തായാലും എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ അതാണ് എന്തായാലും അതൊരു മികച്ച പേരാണ്. പിന്നെ പേര് ലക്കിയസ്റ്റ് നമ്പറായിട്ട് മാത്രമല്ല കാര്യമില്ല, അതിനകത്ത് മനസ്സിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളുണ്ട്. ഒരാളുടെ മനസ്സിനെ സ്വാധീനിക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ടാണ് അവർക്ക് ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ. പേരൊരു കോൺഫിഡൻസ് അതിൽ. അല്ല, ചിലയിടത്ത് നിന്നിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞാലത് തെറ്റായി പോകി ക്ഷമിക്കണം. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരാൾ, ഒരു വലിയ കുടുംബത്തിലെ ഒരാൾ, അദ്ദേഹത്തിന്റെ പേര് ബിജു എന്നാണ്. ബിജു. പക്ഷെ ഇദ്ദേഹത്തിന് ഈ പേര് പറയുന്നത് ഇഷ്ടമല്ല. ഇപ്പൊ ബിജു മേനോൻ, അത് കേൾക്കാൻ ഒരു സുഖമുണ്ട്. മറ്റേത് ബിജു എൻ അല്ലെങ്കിൽ ബിജു പി, അങ്ങനെയാണ്. പക്ഷെ പുള്ളി അതുകൊണ്ട് എന്ത് ചെയ്തു, പുള്ളി എല്ലാവരോടും പുറത്ത് പറയുന്ന പേര് വേറെയാണ്. അല്ല, ഉണ്ടാവും അവരെ അതൊരു
കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു ഫാക്ടറായി മാറാറല്ലേ? തീർച്ചയായും ഇപ്പം തീർച്ചയായും. താങ്കളുടെ പേര് വെറും സുനീഷ് എന്നായിരുന്നെങ്കിൽ ഒരു സുഖമില്ല, സുനീഷ് തമ്പാൻ എന്ന് പറയുമ്പോൾ അതിനൊരു അതെ അതെ തീർച്ചയായും. അത് എൻ്റെ പേര് ശരിക്കും ഞാൻ ന്യൂമറോളജി പ്രകാരം മാറ്റിയതാണ്. ആ. എൻ്റെ പേര് സുനീഷ് കെ നായർ എന്നായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നായർന്ന് എടുത്തു മാറ്റി, കെ എന്ന് എടുത്തു മാറ്റി. അപ്പോൾ ഈ സുനീഷ് എൻ്റെ അച്ഛൻ്റെ പേരാണ് തമ്പാൻ. അപ്പോൾ അതുകൂടി വെച്ചപ്പോൾ ന്യൂമറോളജിയിൽ പെർഫെക്റ്റ് ആയി. ഞാനിത് മറ്റേത് എടുത്ത് മാറ്റി നമുക്ക് പെർഫെക്റ്റ് കൂടുമ്പോൾ കിട്ടാത്തതുകൊണ്ടാണ്, നമ്മുടെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. അല്ല അത് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ മാറ്റുമല്ല, അതുകൊണ്ട് ഞാൻ ഒന്നിനും കുറ്റം പറയുന്നതല്ല. പക്ഷെ എനിക്ക് എൻ്റെ അച്ഛൻ്റെ പേര് എൻ്റെ പേരിൻ്റെ കൂടെ വെച്ചപ്പോൾ അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടവും കേട്ടോ, എൻ്റെ അച്ഛൻ്റെ പേര് വെക്കുന്നത്. അപ്പോൾ അത് പെർഫെക്റ്റ് ആയി. ഞാൻ ഈ പേര് മാറ്റാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ എൻ്റെ പേര് രോഹിത് എസ് ഇത്രേ ഉള്ളൂ. അപ്പം സോഷ്യൽ മീഡിയ ഈ ഫേസ്ബുക്ക് ഒക്കെ ഉണ്ട്, അതായത് ഓർക്കുട്ടിന്റെ കാലത്തൊന്നും നമ്മൾ ഫേസ്ബുക്കിലേക്കൊക്കെ വന്ന സമയത്ത് അന്ന് നമ്മൾ രോഹിത് ശശിധരൻ നായർ ഇങ്ങനെ നീട്ടിയിട്ടു. പിന്നെ ഇത് പോകെ പോകെ ഞാൻ നോക്കുമ്പോൾ ഈ ജാതിവാല് കിടക്കുന്നുണ്ട്. അതൊരു നമ്മുടെ ഐഡിയോളജികൾ മാറി വരുന്ന എന്ന് വിചാരിച്ച സംഘടനയോടോ അല്ലെങ്കിൽ അതൊന്നും അല്ല ഞാൻ പറയുന്നത്. എനിക്ക് തന്നെ തോന്നി ഇത് വേണ്ട, അപ്പൊ വേറെ എന്ത് പേര് സ്വീകരിക്കും എന്ന് ഞാൻ ആലോചിച്ചിരിക്കുന്ന സമയത്ത് എന്റെ ഈ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒരു കാരണം കൊണ്ട് ഡിലീറ്റ് ആയി പോയി. അപ്പൊ ഞാൻ പുതിയൊരു അക്കൗണ്ട് തുടങ്ങിയപ്പോൾ രോഹിത് എസ് എന്ന് കൊടുക്കുന്നതിന് പകരം രോഹിത് എസ് രോഹിത്. അന്ന് ഞാൻ ഈ യൂട്യൂബ് ചാനലുകൾ തുടങ്ങുമെന്നോ ഇങ്ങനെ ഇതാവുമെന്നോ ഒന്നും വിചാരിച്ച് ചെയ്തതല്ല, എനിക്ക് അങ്ങനെ ഒരു പേര് തോന്നി, ഞാൻ ആ പേര് ഇട്ടു. എന്നാലും രോഹിത് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പോപ്പുലർ ആയിട്ട് ഒരു പേരാണ് അല്ലേ, എല്ലാ ഭാഷകളിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹിന്ദിക്കാരുടെ ഇടയിലും മലയാളിയുടെ ഇടയിലും എല്ലാ സ്ഥലത്തും ഉള്ള 10-35 വർഷം മുമ്പ് അങ്ങനെ ഒരു പേരിട്ട അച്ഛനെ അമ്മയെ സമ്മതിക്കണം. കണ്ടുപിടിച്ചോണ്ട് വന്നില്ലേ അന്ന് മറ്റേ രതീഷും സുഭാഷും സുമേഷും അഖിലും ശ്യാമും ഒക്കെ ആയിരുന്നു. എന്തായാലും നിങ്ങൾ പറഞ്ഞ പോലെ എൻ്റെ അച്ഛൻ്റെ പേരുണ്ടായതുകൊണ്ട് ഞാൻ പിടിച്ചു നിൽക്കുന്നു, അതാണ് സത്യം. അപ്പം ഈ രോഹിത് എന്ന് പറയുന്ന പേര് മാത്രമല്ല, അതിന്റെ ഇനിഷ്യല് കൂടെ ചേർക്കുന്ന കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെ എനർജി ലെവലിനെ ബാധിക്കുന്ന. തീർച്ചയായും. എൻ്റെ ഒരു സംശയം, നമ്മുടെ ഭാരതീയ ജ്യോതിശാസ്ത്ര പ്രകാരം പറയുന്നത് ഒരാളുടെ ജനന സമയത്തെ കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ജാതകങ്ങളും മറ്റും എഴുതപ്പെടുക. ചില ആളുകൾ പറയുന്നുണ്ട് കഴിഞ്ഞ ജന്മത്തിലെ എന്താണ് കർമ്മദോഷങ്ങളാണ് ഈ ജന്മം നമുക്ക് അനുഭവിക്കേണ്ടി വരിക എന്ന് പറയുന്നത്. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ ജന്മം ഉണ്ടോ ഇല്ലയോ, ആ വാദമോഹങ്ങൾ അവിടെ നിൽക്കട്ടെ. ജനനസമയം കൊണ്ട് ജ്യോതിർശാസ്ത്രം വഴി പ്രകാരം അവന്റെ ഭാവി നിർണ്ണയിക്കാൻ പറ്റും, ഇപ്പോഴത്തെ അവന്റെ കർമ്മഫലങ്ങൾ നിർണ്ണയിക്കാൻ പറ്റും എന്ന് പറയുന്നത് അവിടെ നിൽക്കട്ടെ. പക്ഷെ ഇതിനെയൊക്കെ എങ്ങനെയാണ് അച്ഛനും അമ്മയും ഇടുന്ന ഒരു പേരാണ് ഇത്, മുകളിൽ ഇരിക്കുന്നവർ ഇടുന്നതല്ല, വീട്ടിലെ അച്ഛനും അമ്മയും ഇടുന്ന ആ പേര് കൊണ്ട് ഇതിനെയൊക്കെ കറക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതൊക്കെ മാറ്റിയെടുക്കാൻ എങ്ങനെയാണ് പറ്റുന്നത്? അതാണ് നമുക്ക് കിട്ടിയൊരു വലിയൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഈ നമ്മുടെ ന്യൂമറോളജിയിൽ പേഴ്സണാലിറ്റി നമ്പർ, ലൈഫ് പാത്ത് നമ്പർ, മൂന്നാമത്തെ ഏറ്റവും വലിയ കാര്യം കൃത്യമായിട്ടുള്ള പേരാണ്. അത് നമ്മുടെ കയ്യിലാണുള്ളത്. കാരണം ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റാൻ പറ്റില്ല, അവ ജനിച്ചപ്പോൾ തന്നെ. അത് തന്നെയാണ് ജ്യോതിഷത്തിലും, നമ്മൾക്ക് ജനിച്ചപ്പോൾ കിട്ടുന്ന ആ പെട്ടി. അതായത് ഞാൻ ചോദിക്കുന്നത് ഇതിനെക്കുറിച്ച് ഒട്ടും അറിവില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ ആദ്യ വീഡിയോകളിൽ കുറച്ച് കമന്റുകളുണ്ട്, അവർക്ക് കാര്യങ്ങൾ മനസ്സിലായില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ ന്യൂമറോളജി പ്രകാരം സുനീഷ് തമ്പാനെ ഞാൻ സമീപിക്കുകയാണ്, നിങ്ങൾക്ക് അറിയാത്ത ഒരാളാണ്. നിങ്ങൾ എന്തൊക്കെ വെച്ചിട്ടാണ് എൻ്റെ ഈ പേര് കറക്ഷനും മറ്റു കാര്യങ്ങളും നമ്പറുകളും പറഞ്ഞു തരുന്നത്? അത് ഡേറ്റ് ഓഫ് ബർത്തിലെ ഓരോ സംഖ്യകൾക്കും ഇമ്പോർട്ടൻ്റ് ഉണ്ട്. കാരണം ലോഷോ ഗ്രിഡിൽ ഓരോ സംഖ്യകളും ഓരോ എനർജിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതിൽ ഒരു 3 പ്ലെയിനാണ് ഉള്ളത്, 3 അല്ല 6 തരം പ്ലെയിൻ ഉണ്ട്. അപ്പോൾ ആ ഓരോ പ്ലെയിനും ഫില്ലാവുന്നതിനനുസരിച്ചിട്ട് ആ ഒരു എനർജി മാറും. അപ്പോൾ എല്ലാ നമ്പറും ഇമ്പോർട്ടൻ്റ് ഉണ്ട്, പക്ഷേ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ ജനിച്ച ഡേറ്റ് തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ കാര്യം പറഞ്ഞ പോലെ 15-ാം തീയതിയാണ് നിങ്ങൾ ജനിച്ചത്. അപ്പോൾ അതിൻ്റെ എനർജി വരുന്നത് 1+5 6ൻ്റെ എനർജിയിലാണ് വരുന്നത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഒരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഈ 1+5 എന്ന് പറഞ്ഞ പോലെ 5+1 എന്നുള്ള രീതിയിൽ ആ രോഹിത് എന്നുള്ള പേരും കിട്ടി. അത് നിങ്ങളുടെ ഭാഗ്യമാണ്. അപ്പോൾ അതുപോലെ ഇത് പക്ഷേ ഈ 15 എന്നുള്ള എനർജിയാണ് ഇപ്പോൾ ഒരാൾ ജനിച്ചതെങ്കിൽ അദ്ദേഹത്തിന് ഒരു 3ൻ്റെ എനർജിയിലാണ് പേര് വരുന്നതെങ്കിലോ അത് തീർത്തും ബ്ലോക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനിച്ച സമയവും പേരും തമ്മിലുള്ള എനർജികളെയാണ് നമ്മളവിടെ കാണുന്നത്. അതെ അത് ഈ ഡേറ്റ്, പിന്നെ ഈ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വ്യക്തിത്വത്തിനെയാണ് ഇത്. ഈ 15 എന്നത് നിങ്ങളുടെ വ്യക്തിത്വമാണ്. നിങ്ങളുടെ ലൈഫ് പാത്ത് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നമ്പറും കൂട്ടണം, അതായത് നിങ്ങളുടെ ജീവിതഗതി. അപ്പോൾ ഈ പേഴ്സണാലിറ്റി നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് ആ ലൈഫ് പാത്ത് നമ്പർ ആ ജീവിതഗതിയിൽ എത്തിച്ചേരാൻ പറ്റുമോ എന്നുള്ളതാണ്. ചിലവർക്ക് പറ്റും ഈസി ആയിട്ട് ഈ പേഴ്സണാലിറ്റി വെച്ചിട്ട് നിങ്ങളുടെ ആ ലൈഫ് പാത്ത്, അതായത് ജീവിതഗതിയിൽ എത്തിച്ചേരാൻ പറ്റുന്ന പേഴ്സണാലിറ്റി ആയിരിക്കും. ചിലവരെ പേഴ്സണാലിറ്റി ഇതും വ്യത്യസ്തമായിരിക്കും. ഇവർക്കൊരു മിലിറ്ററിക്കാരനാവേണ്ട അവന് കലാകാരൻ്റെ സ്വഭാവമായിരിക്കും.